പ്രതിപക്ഷത്തെ ഭയന്ന് ഇന്നും അമിത്ഷാ പാർലമെന്റിലേക്ക് എത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധിയും സംഘവും അമിത്ഷായെ കാത്തിരിക്കുന്നത് കുറേ ദിവസമായി. സമരം ചെയ്ത പാവം വിദ്യാർത്ഥികളെ പെല്ലറ്റ് തോക്കുപയോഗിച്ച് നിറയൊഴിച്ച ആഭ്യന്തര വകുപ്പിനെ ചുരുട്ടിക്കൂട്ടിയങ്ങ് ഭിത്തിയിലൊട്ടിക്കാൻ കാത്തിരിക്കുന്ന ഇന്ത്യ മുന്നണി എംപിമാർക്കിടയിലേക്ക് വരാൻ ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് ധൈര്യം തികയുന്നില്ല. അതാണ് സത്യം. രാജ്യത്തിൻ്റെ ആവശ്യവും പ്രതിപക്ഷത്തിൻ്റെ വികാരവും മനസ്സിലാക്കി അമിത്ഷാ സഭയിൽ എത്തണമെന്ന് ഉപരാഷ്ട്രപതി തന്നെ നേരിട്ട് മന്ത്രിയെ അയച്ചിട്ടും അമിത്ഷായ്ക്ക് ഭയം മാറിയിട്ടില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടർച്ചയായി സഭയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ടാണ് കോൺഗ്രസ് MP KC വേണുഗോപാൽ രംഗത്ത് വരുന്നത്. പാർലമെൻറ്റ് സമ്മേളനത്തിൽ ലോക്സഭ ഇതുവരെ 12 ദിവസമാണ് സമ്മേളിച്ചത് എന്നും എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഒരു മിനിറ്റ് നേരം പോലും സഭാ നടപടികളിൽ പങ്കെടുക്കാൻ ധൈര്യമുണ്ടായില്ലെന്നും KC ആഞ്ഞടിച്ചു. അമിത്ഷാ വിട്ടുനിന്ന ദിവസങ്ങളുടെ പട്ടികയുമായിട്ടാണ് KC വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഇത് രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്യുകയാണ്. അമിത്ഷായെ പോലെയുള്ള ഒരു ആഭ്യന്തരമന്ത്രി എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത് എന്നും എന്തിനാണ് ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടുന്നത് എന്നും വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി ഉത്തരം പറഞ്ഞേ തീരുവെന്നും KC വേണുഗോപാൽ വിട്ടുവീഴ്ചയില്ലാതെ ആവശ്യപ്പെടുകയാണ്. പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു നടത്തിയൊരു പ്രസ്താവനയെയും വേണുഗോപാൽ പരിഹസിച്ച് തള്ളി. പാർലമെന്റിലെ ഏറ്റവും വലിയ തമാശ കിരൺ റിജിജുവിൻ്റെ പ്രസ്താവനയാണ് എന്നും ആഭ്യന്തരമന്ത്രി സഭയിൽ വരുന്നതിൽ നിന്ന് ആരാണ് തടഞ്ഞതെന്ന മറുചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിമാരെല്ലാം ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നുള്ളതാണ് KC വേണുഗോപാൽ ഈ രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത്. ഏതു മന്ത്രിസഭയിൽ വരണമെന്ന് പ്രതിപക്ഷം തീരുമാനിക്കേണ്ടതില്ലെന്നും രാവിലെ പാർലമെന്റ് ആരംഭിക്കുന്നത് മുതൽ രാത്രി സഭ പിരിയുന്നതുവരെ അമിത്ഷാ പാർലമെന്റ് മന്ദിരത്തിൽ ഉണ്ട് എന്നാണ് റിജിജുവിൻ്റെ വാദം. ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭയം വ്യക്തമാക്കുന്നതാണ്. പാർലമെന്റിനടുത്തേക്ക് അമിത്ഷായ്ക്ക് വരാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് സഭ നടക്കുന്ന പാർലമെന്റിനകത്തേക്ക് വരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ രാജ്യമൊട്ടുക്കുമുള്ള MP-മാരുടെ ചോദ്യങ്ങളെ ഭയമാണ്, എതിർ പാർട്ടിക്കാരെ ഭയമാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഭയമാണ്. ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നൊരു ആഭ്യന്തരമന്ത്രി ഇനി എത്ര ദിവസം പിടിച്ചു നിൽക്കുമെന്ന് വ്യക്തമാകുന്നില്ല. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഛാത്രോം കി ഗുഞ്ച് പ്രതിഷേധ പരിപാടി തടയാൻ തന്നെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ആര് വിചാരിച്ചാലും പരിപാടി തടയാനാകില്ല എന്ന് KC വേണുഗോപാൽ ഉറപ്പിച്ച് പറയുകയാണ്. എന്തു തന്നെ വന്നാലും വിദ്യാർത്ഥികളുടെ ശബ്ദമുയർത്തുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അമിത്ഷായ്ക്ക് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ ഭയമാണ് പാർലമെന്റിലേക്ക് വരാൻ. ഇതുവരെ 12 വർഷമായിട്ട് അമിത്ഷായെ മുന്നിൽ നിർത്തി ലോകം ചുറ്റിയിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ അമിത്ഷായും ഭയന്നതോടെ ആകെ തകിടം മറിഞ്ഞു. അതാണ് പാർലമെന്റിൽ പോലും വരാതിരിക്കുന്നത്. സത്യത്തിൽ തെരഞ്ഞെടുപ്പിന് എത്രയോ മുൻപേ തന്നെ BJP അടിതെറ്റിയിരിക്കുന്നു. KC വേണുഗോപാൽ ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഹാജർ പട്ടികയും കൊണ്ട് വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് മോദി സർക്കാരിൻ്റെയും ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെയും പടിയിറക്കം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. सर एक सेक्शन सब इकट्ठे करेंगे. Sir, what is the issue you are raising today by this showing this placard? This placard is very clear. Our Home Minister is absent, missing in Lok Sabha, in Parliament. Home Minister is missing. He is absent. Why he is running away from the Parliament? He should come and explain who ordered the pellet gun shooting. He should come and explain who ordered the tear gas shelling against students. Who was behind the AK-47 usage in Bihar? Country needs this answer, students need this answer. But Home Minister is completely absent. अब देखो कितने दिन क्या लगता है आपको क्यों नहीं आ रहे हैं गृह मंत्री? आप लोग मांग कर रहे हैं. कल तो राज्यसभा में चेयरमैन ने कहा भी कि सरकार today we asked the speaker also that
at least the Rajya Sabha chairman told the parliamentary affairs ministers to convey the sentiments of opposition. Amit Shah should come to the house and explain. Lok Sabha speaker, we asked Lok Sabha speaker also, you also give direction to the parliamentary affairs ministers like that. But we don't understand why he is not coming to the parliament. Only 4 days baki. So yesterday BJP gave a media bite and said that let the house function, HM will come to reply. He said They are passing the bill every day. What does it mean then? Because they can say anything. They can say anything, but the country know about it. पूरा जन के साथ जानकारी है, पूरा लोग के साथ जानकारी भी है. कौन भाग गया आप? कौन भाग गया लोग पार्लियामेंट से? भाग रहे हैं, आपको लग रहा है गृह मंत्री क्यों भाग रहे हैं? बिल्कुल भाग रहे हैं, बिल्कुल भाग रहे हैं. पिछले दिनों में अब देखो, देखो कौन सी तारीख से आपने गिनना शुरू किया? 21 जुलाई 28 जुलाई और पार्लियामेंट शुरू किया. इस दिन बोला. a woman is protesting outside Rahul Gandhi's residence. Do you want to comment on this because she is That is your agenda, brother. That's not my agenda. Oh, understood. समझा, समझा. मीडिया का रोल